അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ തൗഫീഖ് മൗലവി, നമ്മുടെ 18-ാം വാർഡ് മെമ്പർ, എൻ്റെ സ്നേഹിതൻ കൂടിയായ മുനീർ മാഷ്, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ടാതിഥികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, അടുത്ത മാസം 11-ാം തീയതി കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കീഴിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി നമ്മുടെ കളിയാട്ടമുക്ക് യൂണിറ്റ് വിസ്ഡം ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് നാം ഉള്ളത്. ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വളരെ ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു സമയത്താണ് നാം നിലകൊള്ളുന്നത്. പല സംഘടനകളും, പല മഹല്ല് കമ്മിറ്റികളും, ഗവൺമെന്റ് സംവിധാനങ്ങളുമെല്ലാം ഇപ്പോഴുള്ള ഈ മയക്കുമരുന്നിനും ലഹരിക്കുമെതിരെ പല ബോധവൽക്കരണ ക്ലാസുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോ കഴിഞ്ഞ മാസം നമ്മുടെ പഞ്ചായത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയുന്നു. നമ്മുടെ പഞ്ചായത്തിൽ വെച്ച് ലഹരി വിരുദ്ധ ക്യാമ്പ് നടക്കുന്ന സമയത്ത് മുനീർ മാഷ് ഞാനോട് സംസാരിക്കാൻ സമയത്ത് മുനീർ മാഷിനോട് ചോദിക്കുന്ന സമ്മതി ഏത് ലോകത്താണ്? ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കളിയാട്ടമുക്ക് അതിൽ നിന്ന് ഒഴിവാണെന്നാണ്. മുനീർ മാഷ് ഓരോരുത്തരെ എണ്ണിത്തിരുമ്പോഴാണ് ഞാൻ ആ ഭാഗത്തിലേക്ക് ചിന്തിക്കുന്നത്. ഏകദേശം 52 വയസ്സ് എനിക്കായിട്ടുണ്ട്. നമ്മളൊക്കെ ആദ്യം ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളെ കണ്ടാൽ നമുക്ക് ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ ആടി അല്ലെങ്കിൽ എന്തെല്ലാം വിളിച്ചു പറഞ്ഞ് സ്മെല്ലടിച്ചു വരുന്ന ഒരു രൂപമാണ് നമ്മളെ ഒക്കെ മനസ്സിലുള്ള ഒരു ലഹരി. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടം അതല്ല. നേരത്തെ നമ്മുടെ മുനീർ മാഷ് പറഞ്ഞ മാതിരി നമ്മുടെ കൂടെ കിടക്കുന്ന നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചത് രക്ഷിതമായ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ലഹരികളാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വളരെ ഉഷാറായി നമ്മുടെ ഈ കളിയാട്ടമുക്കിലും നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ പുറത്താരുമാവില്ല, എല്ലാം നമ്മുടെ കുട്ടികളായിരിക്കും. നമ്മുടെ നാട്ടിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ മകനാണ് അത് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ കളിയാട്ടമുക്ക് മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും രക്ഷിതാവായ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട്? എൻ്റെ കൂടെ നടക്കുന്ന മുനീർ മാഷ് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയില്ല. കാരണം സമദിനോട് എങ്ങനെ അത് പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മളെല്ലാവരും മാറണം. എൻ്റെ കുട്ടിയെ സംബന്ധിച്ച് വല്ല റിപ്പോർട്ടും നമ്മളിൽ ബന്ധപ്പെട്ട ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാത് രക്ഷിതാക്കളെ അറിയിക്കാനുള്ള ബാധ്യത നാട്ടുകാരായ നമ്മളെല്ലാവരും ഏറ്റെടുത്ത് ഇങ്ങനത്തെ ലഹരിയിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ഒരു മഹല്ല് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടന മാത്രം തീരുമാനിച്ചാൽ പോരാ. നമ്മളെല്ലാവരും കൂട്ടായിട്ട് ഇറങ്ങി നമ്മുടെ നാടിനെ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.